ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1844 ജൂലൈ 25 സ്ഥാപിതമായതാണ് എറിയാട് CSI ചർച്ച്. 180 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 180 വർഷങ്ങൾ ഒരു സഭയായി എറിയാട് പ്രദേശത്ത് സാക്ഷ്യത്തോടെ ജീവിപ്പാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു സമയം കൂടിയാണിത്. ചർച്ച് മിഷണറി സൊസൈറ്റി, അതായത് CMS മിഷണറിമാർ കേരളത്തിൽ വന്ന് സഭകൾ സ്ഥാപിച്ചു. ഒരു സഹായ മിഷനായിട്ടാണ് അവർ ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിൽ എത്തിയതെങ്കിലും മാവേലിക്കരയിൽ വെച്ച് ഇത് രണ്ടായി പിരിഞ്ഞു. സഭ കേരളത്തിൽ നിലനിന്നിരുന്ന സുറിയാനി സഭ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയപ്പോൾ CMS മിഷണറിമാർ അവരുടേതായ പ്രവർത്തന മേഖലകൾ കണ്ടെത്തി ക്രിസ്തീയ സ്നേഹം ആളുകളിലേക്ക് പങ്കുവെക്കുന്നതിന്, പ്രചരിപ്പിക്കുന്നതിന് ഏറെ പ്രാധാന്യം നൽകി. രണ്ട് വിധത്തിലാണ് CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ പോയിരുന്നത്. ഒരു ഭാഗത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സഭകളിൽ നിന്ന്, സുറിയാനി സഭകളിൽ നിന്ന് മിഷണറിമാരോട് ചേർന്ന് പ്രവർത്തിച്ചവരെ ഉൾക്കൊള്ളുന്ന ഒരു ചിന്തയും, മറുഭാഗത്ത് ക്രിസ്തേതരായിരുന്നവർ ദൈവസ്നേഹത്തിൽ ക്രിസ്തുവിലേക്ക് അടുത്തു വന്നപ്പോൾ അവരെ ഉൾക്കൊള്ളുകയും ചെയ്തു. വ്യത്യസ്തമായ സഭകളല്ല സ്ഥാപിച്ചത്. ഇവിടുത്തെ ജാതി വ്യവസ്ഥിതിക്ക് അറുതി വരുത്തുവാൻ തക്കവണ്ണം എല്ലാ വിഭാഗങ്ങളിലുള്ളവരെയും ഒത്തുചേർന്ന് ഒരു സഭയായി നിലനിർത്തുന്നതിനാണ് അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയത്. അപ്രകാരം എറിയാട് ഇടവകയും അതിൻ്റെ ജൈത്രയാത്രയിൽ 180 വർഷങ്ങൾ പിന്നിടുന്നു. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷണറി തൻ്റെ കഠിനാധ്വാനത്തിലൂടെ സ്ഥാപിച്ചെടുത്ത ഈ എറിയാട് ഇടവക ഈ 180 വർഷം പിന്നിടുമ്പോഴും തുടക്കത്തിന് കാരണക്കാരനായി തീർന്ന ഈ മഹത് മിഷണറിയെ പ്രത്യേകം ഓർക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയ്ക്ക് നേതൃത്വം നൽകിയ ഉപദേശിമാർ, പട്ടക്കാർ, ആത്മായ നേതൃത്വം, ഇവരെല്ലാം പ്രത്യേകം ഈ സമയം സ്മരിക്കുന്നു. അവരുടെ സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. ആഗോള മിഷണറി പ്രസ്ഥാനമായ CMS മിഷൻ്റെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും പ്രവർത്തനങ്ങൾ ഏറ്റവും വിസ്തൃതമായ നിലയിലേക്ക് മാറ്റപ്പെടുന്നത്
ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ വരവിന് ശേഷമാണ്. അദ്ദേഹമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണുന്ന മധ്യകേരള മഹായിടവകയിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പള്ളികൾ മധ്യകേരള മഹായിടവകയിലും അതുപോലെ മേലുകാവ് കേന്ദ്രമാക്കിയുള്ള ഡയോസിസിൻ്റെ കീഴിൽ വരുന്ന പള്ളികളും നിരവധി പള്ളികൾ സ്ഥാപിച്ച വ്യക്തിയാണ് ഹെൻറി ബേക്കർ ജൂനിയർ. അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു മിഷണറിക്ക് അപ്പുറമായിട്ടുള്ള നിരവധി സാമൂഹിക അക്കാദമിക മേഖലകളിൽ പ്രവർത്തനം നടത്തിയിരുന്ന വ്യക്തിയാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ പല സ്ഥാപനങ്ങളിൽ പഠിക്കുകയും അതുപോലെ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അവിടുത്തെ പല ക്ലബ്ബുകളിലും മറ്റു പല അക്കാദമിക സർക്കിളിനുള്ളിലും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഹെൻറി ബേക്കർ ജൂനിയർ. അതിനുശേഷം അദ്ദേഹം ദൈവവിളി ഉണ്ടാകുകയും അങ്ങനെ മിഷണറി പ്രവർത്തനത്തിനായി എത്തുകയും അങ്ങനെ സ്വാഭാവികമായിട്ടും പള്ളം കേന്ദ്രമാക്കിയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസത്തെക്കുറിച്ച് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം മിഷൻ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ഹെൻറി ബേക്കർ ജൂനിയർ പള്ളത്ത് വരുന്ന ആദ്യ രാത്രി അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന ബംഗ്ലാവിൽ നിന്ന് ഒരു പുലി കടന്നു വരികയും ആ പുലി ഒരു പശുവിനെ കടിച്ച് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച അദ്ദേഹം കാണുന്നതൊക്കെയായിട്ടൊക്കെ മിഷൻ റിപ്പോർട്ടിലൊക്കെ നമ്മൾ കാണുന്നേക്കും. എന്തായാലും വലിയ വന്യമായിട്ടുള്ളതും മനുഷ്യവാസം ഇല്ലാത്തതും കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്നതുമായിട്ടുള്ള ഒരു മേഖല തന്നെയായിട്ടാണ് നമ്മൾ പള്ളത്തെയൊക്കെ കാണുന്നത്. മീനച്ചിലാറിൻ്റെയും കൊടൂരാറിൻ്റെയും സംഗമ സ്ഥലമായ പഴുക്കനാൽ വഴി പള്ളത്ത് എത്തിയ കൊച്ചു ബേക്കർ തൻ്റെ പ്രേക്ഷിത ദൗത്യം കുന്നുകളും പാടശേഖരങ്ങളുമുള്ള പ്രകൃതി രമണീയമായ എറുകാട് പ്രദേശങ്ങളിൽ മാത്രമല്ല നടത്തിയത്. മലനിരകൾ താണ്ടി ഒരു സാഹസിക പ്രയാണം തന്നെ. CMS മിഷൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ CMS മിഷൻ പ്രാദേശിക മേഖലയിൽ നിന്ന് നിരവധി ചലഞ്ചസ് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. മിഷണറി പ്രവർത്തനങ്ങളും അതുപോലെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായ ആളുകളെ മറ്റ് സഭകളിലേക്ക് ചേർക്കുന്നതുമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ അത് ലോകമെമ്പാടുമുള്ളൊരു ഫിനോമിന തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമ്മൾ തിരുവിതാംകൂറിലും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ CMS മിഷൻ നേരിട്ട പ്രാദേശിക വെല്ലുവിളികളിൽ ഒരു പ്രധാന ഇടം എറുകാട് സഭയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എറുകാട് സഭയിൽ നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് 1903 നമ്മൾ കാണുന്നത് 112 ആളുകളൊക്കെ തന്നെ ഒറ്റ വർഷം തന്നെ അവിടെ സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് എത്തുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പ്രാദേശിക മേഖലയിൽ മറ്റു പല പ്രസ്ഥാനങ്ങളും സഭകളും വന്ന് പിടിമുറുക്കുകയും അങ്ങനെ CMS മിഷനിലുള്ള ആളുകളെ അവരുടെ പ്രാദേശിക സഭകളിലേക്ക് കൊണ്ടുപോകുന്നതും കാണുന്നു. അപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞാൽ പൊയ്കയിൽ യോഹന്നാൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു സഭയിലേക്ക് നിരവധി ആളുകൾ പോകണം. സാൽവേഷൻ ആർമി സഭകളിലേക്ക് നിരവധി ആളുകൾ പോകണം. അതുപോലെ തന്നെ അവിടെ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമായിരുന്നു തെന്നിന്ത്യൻ സുവിശേഷ സംഘം എന്ന് പറയുന്നൊരു സഭയെ നമ്മൾ കാണുന്നു. അപ്പോൾ എറുകാട് സഭയുടെ അംഗമായിരുന്ന ഒരു ചാത്തൻപുത്തൂർ യോഹന്നാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിൻ്റെ ഒരു സ്ഥാപകനായി നമ്മൾ കാണുന്നത്. അദ്ദേഹം അവിടുന്ന് ബ്രദറൻ സഭയിലേക്ക് കൂടുകയും പിന്നീട് ബ്രദറൻ സഭയിൽ നിന്ന് മാറി ഒരു സ്വതന്ത്ര സഭ എന്ന നിലയിലേക്കൊരു പ്രസ്ഥാനമൊക്കെ രൂപീകരിക്കുന്നു. അതുപോലെ പ്രാദേശിക ജാതിയുമായി ബന്ധപ്പെട്ട ചർച്ച് മിഷൻ നേരിട്ട നിരവധി സംഘർഷങ്ങളുടെ മധ്യത്തിൽ, അതായത് ക്രൈസ്തവ സഭയിൽ ഉൾപ്പെട്ടിരുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിന് മിഷൻ സ്കൂളുകൾ തയ്യാറായില്ല എന്ന കാരണത്താൽ ഒരു ഇംഗ്ലീഷ് മീഡിയം പള്ളിക്കൂടം ആദ്യമായി സ്ഥാപിക്കുന്ന എറുകാടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ എല്ലാം ഒരു സഹകരണത്തിൽ ഈ ആദ്യം സൂചിപ്പിച്ച ചാത്തൻപുത്തൂർ യോഹന്നാൻ്റെയൊക്കെ ഒരു മേൽനോട്ടത്തിലുമൊക്കെയാണ് ചെമ്മരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഇംഗ്ലീഷ് മീഡിയം 1905 ഇവർ സ്ഥാപിതമാകുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യത്തെ തന്നെ ദളിതരായിട്ടുള്ള ആളുകൾ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം പള്ളിക്കൂടമായിരിക്കും അത്. എന്തായാലും അങ്ങനത്തെ വ്യത്യസ്ത രീതിയിലുള്ള, അതായത് ക്രൈസ്തവ മിഷനുള്ളിലെ ഒരു പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ജാതിയുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള കുറേയധികം വ്യക്തിത്വങ്ങളെ നമ്മൾ എറുകാട് സഭയുടെ ഒരു ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. ലോകത്തെമ്പാടുമുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു ചരിത്രം പറയാനുള്ളൊരു പ്രദേശമാണ് തിരുവിതാംകൂറിലെ CMS മിഷനുള്ളത്. എല്ലാ മിഷൻ സൊസൈറ്റിക്കുമുള്ള ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കുക, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ലോകമെമ്പാടും വ്യത്യസ്ത മിഷണർ മൂവ്മെൻറ്റുകൾ പോയെങ്കിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിട്ട് എത്തിച്ചേർന്ന CMS മിഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കുക എന്നുള്ളതല്ല. ഇവിടെ ഒരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ടെന്നും യാക്കോബ വിശ്വാസത്തിലുള്ള ഒരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ടെന്നും സുറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്ന
ഒരു വിഭാഗമുണ്ടെന്നും അവരെ ആംഗ്ലിക്കനാക്കുക എന്നുള്ളൊരു ദൗത്യവുമായിട്ടാണ് ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലേക്ക് എത്തിച്ചേരുന്നത്. ബാക്കി ആരെയും ക്രിസ്തുമതം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കുറേയധികം ആളുകൾ വലിയ തോതിൽ കിട്ടുന്നില്ലെങ്കിലും അവർക്ക് കുറേയധികം അംഗങ്ങളെ നേടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ സഭയുടെ ഉള്ളിൽ വ്യത്യസ്ത ജാതിയിൽ നിന്നുള്ള ആളുകൾ വരികയും വലിയൊരു വിഭാഗം ആളുകൾ, സിറിയൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ സഭകൾ ഉപേക്ഷിച്ച് പോയി അവരുടെ ആദ്യകാല വിശ്വാസത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. ഓർത്തഡോക്സ് അല്ലെങ്കിൽ യാക്കോബ എന്ന വിശ്വാസത്തിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ കണ്ടെത്തിയ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ മാർഗം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ വലിയൊരു വിഭാഗം ആളുകൾ ഇന്നും ക്രൈസ്തവ സഭയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മധ്യകേരള മഹായിടവകയുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹിസ്റ്ററി പറയാൻ സാധിക്കുന്നത്, അതായത് ക്രൈസ്തവ സഭയുടെ ആദ്യകാല മിഷനായിട്ടുള്ള സിറിയൻ ക്രിസ്ത്യൻ മിഷൻ്റെ എന്ന നിലയിൽ സ്ഥാപിതമായ ഒരു പള്ളിയാണ് എറിഗാട് പള്ളി. ആ പള്ളിയിൽ ഇതേപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ആദ്യം സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകൾ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് പല ജാതി വിഭാഗങ്ങൾ അതിൽ ചേരുന്ന ഒരു പശ്ചാത്തലത്തിൽ കുറേയധികം ആളുകൾ സഭ ഉപേക്ഷിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം ആളുകൾ സഭയിൽ ഇന്നും വിശ്വാസികളായി തുടരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഹിസ്റ്ററി പറയാൻ സാധിക്കുന്ന മറ്റൊരു സഭകളൊന്നും അങ്ങനെ നമ്മൾ കേരളത്തിൽ കാണുന്നില്ല. മധ്യകേരള ഡയോസിസിൻ്റെ ചില സഭകളിൽ മാത്രമാണ് ഒരേ സമയം വ്യത്യസ്ത ജാതിയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച ആളുകൾ ഒരേപോലെ ആരാധന നടത്തുന്ന ഇടങ്ങൾ വളരെ കുറവാണ്. അതിലൊരു പ്രധാന സ്ഥലം അല്ലെങ്കിൽ ആദ്യ സമയങ്ങളിൽ സ്ഥാപിതമായ സഭകളിൽ ഇന്നും വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ആരാധന നടത്തുന്ന ഒരു പ്രധാന ചർച്ച് തന്നെയാണ് എറിഗാട് പള്ളി എന്നുള്ളത് നമുക്കൊരു അഭിമാനിക്കാൻ സാധിക്കുന്ന. എന്ന് വെച്ചാൽ നമ്മൾ പരിപൂർണമായ ജാതിയെ അതിജീവിച്ച മനുഷ്യരാണെന്നോ വിശ്വാസികളാണെന്നോ അർത്ഥമില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നതിനുള്ളൊരു മാതൃക കാട്ടിക്കൊടുക്കാൻ എറിഗാട് പള്ളിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. സുറിയാനിക്കാർ ബഹുഭൂരിപക്ഷവും സഭ വിട്ടുപോയതിനാൽ പള്ളി നിറഞ്ഞ് വിശ്വാസികളെ കാണണമെന്ന് ബേക്കറിന് അതിയായ ആഗ്രഹമുണ്ടായി. വിവിധ വിഭാഗങ്ങളിൽ നിന്ന് അക്രൈസ്തവരെ സഭയോട് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ മറികടന്നത്. അതുപോലെ തന്നെ ബേക്കർ തൻ്റെ പ്രവർത്തനം വെള്ളുത്തുരുത്തി, ചങ്ങനാശ്ശേരി, പാമ്പാടി, മൂലേടം, നാലുനാക്കൽ, തോട്ടയ്ക്കാട് തുടങ്ങിയ 30ഓളം സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. 1984 മെയ് മുതൽ 85 ഓഗസ്റ്റ് വരെ ചുരുങ്ങിയ കാലഘട്ടം എറിഗാട് സെൻറ്റ് ജെയിംസ് ഇടവകയിൽ ഇടവപ്പട്ടക്കാരനായിരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അത് വലിയൊരു അനുഭവമായിട്ട് ഞാൻ ഓർക്കുന്നു. അന്ന് ഇടവകയുടെ ഉപസഭകളായിരുന്ന കാവാലിച്ചിറ, തോട്ടയ്ക്കാട്, പയ്യപ്പാടി, അതുപോലെ ഒരു ചാപ്പലായിരുന്നു അഞ്ചേരി ചാപ്പൽ. അവിടെയൊക്കെ ശുശ്രൂഷകൾക്ക് പങ്കെടുത്തതായിട്ടുള്ള നല്ല ഓർമ്മകൾ, അനുഭവങ്ങളൊക്കെ ഓർക്കുന്നു. ഞാനിവിടെ ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ കൊല്ലാട്, ഞാലിയാകുഴി, ഇസ്മീനടം, ഒടുവിലായിട്ട് മച്ചുകാട്, ഇത്രയും സഭകൾ എറിഗാടിൻ്റെ കീഴിലായിരുന്നെങ്കിലും അവ പിന്നീട് ഇടവകകളായി തീർന്നു. കൊല്ലാട് എറിഗാടിനേക്കാൾ മുൻപ് ആരംഭിച്ച സഭയാണെങ്കിലും എറിഗാടിൻ്റെ ഉപസഭയായിരുന്നു പിന്നീട് ഇടവകയായി തീർന്നു. ആരംഭത്തിൽ ഏതാണ്ട് 9 ഉപസഭകളാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവയിൽ ഒടുവിൽ ഇടവകയായി തീർന്നത് മച്ചുകാടാണ്. ഞാൻ അവിടെ ചാർജ് എടുക്കുന്നതായിട്ടുള്ള സമയത്ത് എറിഗാട് സെൻറ്റ് ജെയിംസ് CSI സഭയുടെ ദേവാലയ കെട്ടിടം ഇന്ന് മധ്യകേരള മഹായിടവകയിൽ നിലവിലുള്ള കെട്ടിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വായുവും വെളിച്ചവും പ്രവേശിക്കത്തക്ക വണ്ണം അകത്തോട്ടും പുറത്തോട്ടും തുറക്കാവുന്നതായിട്ടുള്ള ജനാലകൾ ഈ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗോത്തിക് മാതൃകയിൽ പണിതീർത്തിരുന്ന ദേവാലയ കെട്ടിടത്തിന് മധുബാഹ ഇല്ലായിരുന്നു. പിന്നീട് നിർമ്മിച്ചതായിട്ടുള്ള മധുബാഹ 1918 ജൂലൈ മാസം 25-ാം തീയതി അഭിവന്യ CH ഗിൽ തിരുമേനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഈ ആവശ്യത്തിലേക്കായി ബേക്കർ മദാമ്മ 1000 രൂപ നൽകിയതായിട്ട് ചരിത്രത്തിലെ രേഖയിലുണ്ട്. 1939 ദേവാലയത്തിൻ്റെ ഉൾവശം സിമൻറ്റ് ചെയ്തു. പിന്നീട് ദേവാലയം കുറേ കൂടി വലുതാക്കി പണിതു.
1999 നിർമ്മിച്ച പോർച്ച് അഭിവന്യ TB ബെഞ്ചമിൻ തിരുമേനിയാണ് കൂദാശ ചെയ്തത്. ദേവാലയത്തിന് വേണ്ടി പണിയപ്പെട്ട ആദ്യത്തെ വെസ്ട്രി കൂദാശ ചെയ്തത് കാലം ചെയ്ത അഭിവന്യ MM ജോൺ തിരുമേനിയാണ്. വെരി റവറൻഡ് TI ജോർജച്ചൻ്റെ ശുശ്രൂഷ സമയത്ത് പണിയപ്പെട്ട കൊയർ വെസ്ട്രി അഭിവന്യ തോമസ് അമൽ തിരുമേനിയാലും പ്രതിഷ്ഠിക്കപ്പെട്ടു. ഇടവകയുടെ ആദ്യകാലത്തെ പാഴ്സനേജ് ഓലമേഞ്ഞതായിരുന്നു. പിന്നീട് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഓഫീസ് മുറിയോടുകൂടിയ പാഴ്സനേജ് പണിതു. പുതിയ പാഴ്സനേജിൻ്റെ പണി ആരംഭിച്ചത് ബഹുമാനമുള്ള MB ജോസഫ് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. അതിൻ്റെ പണി പൂർത്തീകരിച്ചത് യശശരീരനായ വെരി റവറൻ PV വർഗീസ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ. അച്ഛൻ്റെ കാലഘട്ടത്തിൽ പാഴ്സനേജ് പുതുക്കി പണിതത് കൂടാതെ പുരയിടത്തിൻ്റെ ചുറ്റിനും മതിൽ കെട്ടുവാനും ഇടയായി. വെരി റവറൻറ്റ് PV വർഗീസ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് സഭയ്ക്ക് സ്വന്തമായിട്ടൊരു പുൽപ്പിട്ടുണ്ടായത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചുറ്റുമതിൽ കെട്ടിയതും അച്ഛൻ്റെ കാലഘട്ടത്തിൽ. ബഹുമാനമുള്ള മാത്യുദാസ് അച്ഛൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിലാണ് പള്ളിയുടെ ഉൾവശം ടൈലിട്ട് ഭംഗിയാക്കിയത്. 2011-14 കാലഘട്ടത്തിലാണ് ഞാൻ എറിയാട് CSI സഭയിൽ ശുശ്രൂഷ ചെയ്തത്. 2014 ഏപ്രിൽ മാസം 27-ാം തീയതി പുതുക്കി പണിത പാഴ്സനേജിൻ്റെ കൂദാശ ഡെപ്യൂട്ടി മോഡറേറ്ററായിരുന്ന അഭിവന്യ തോമസ് K. ഉമ്മൻ തിരുമേനി നിർവഹിച്ചു. എനിക്ക് എറിയാട് പള്ളിയെപ്പറ്റി ചെറുപ്പം തൊട്ടുള്ള ഓർമ്മകളുണ്ട്. എൻ്റെ പിതാമഹൻ റവറൻ KK ചാക്കോ 1940 അവിടെ വികാരിയായിട്ട് വരുന്നത്. വെള്ളുത്തുരുത്തിയിൽ നിന്ന് അവിടേക്ക് വന്നു. പ്രത്യേകിച്ച് പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന 2 മാവ് ഇന്നത്തെ അവസ്ഥയിൽ തന്നെ അതേ ഷേപ്പിൽ ആണെന്ന് ഞാൻ കാണുന്നത്. അതെനിക്കൊരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ചെറുപ്പകാലത്ത് രണ്ട് മാവുകൾ, വലിയ മാവുകൾ അടുത്തടുത്ത് നിൽക്കുന്നു. അതിൻ്റെ കിഴക്കുവശത്തായിട്ട് ഒരു ചെമ്പകം ഉണ്ട്. അതും എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഒരു നെല്ലിമരം അതിൻ്റെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയിലാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള ഈ പാഴ്സനേജ് നിൽക്കുന്നത്. പഴയ പാഴ്സനേജ് അങ്ങ് അതിന് കിഴക്കുവശത്തായിട്ട് ആയിരുന്നു. അവിടെ ആ പാഴ്സനേജ് 2 നടുക്കുള്ള ബെഡ്റൂമുകളും അതിന് ചുറ്റും തിണ്ണയിലുണ്ട്. ആ തിണ്ണയിലാണ് അന്ന് ഈ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ കിടക്കുന്നത്, കട്ടിലൊക്കെ വെച്ച് കിടക്കുന്നത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഒരു ചൂളമരം, അത് വലുതായിട്ടുണ്ട്, എന്നാലും വലിയ വണ്ണമില്ലായിരുന്നു. അന്ന് 2 ചൂളമരങ്ങളുണ്ടായിരുന്നു ശവക്കോട്ടയോട് അങ്ങോട്ട് കയറുന്ന സമയത്ത്. പിന്നെ ഓർമ്മയുള്ളത് എറിയാട്ട് പള്ളിയുടെ അങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് ഒരു പുളിമരം, വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു. റോഡ് ഇന്നത്തേലൊക്കെ വളരെ പൊക്കിയ ഹൈറ്റിലായിരുന്നു. ഏകദേശം നമ്മുടെ ശവക്കോട്ടയുടെ ലെവലിലായിരുന്നു അന്നത്തെ റോഡ്. വലിയ ഒരു കയറ്റം കയറിയാൽ മാത്രമേ ഈ ഇവിടെ പള്ളിയിലേക്ക് വരാൻ പറ്റുള്ളായിരുന്നു അന്നത്തെ. അതുപോലെ എറിയാട് പള്ളി വളരെ ഭംഗിയായിട്ടുള്ളൊരു പള്ളിയാണ്. അത് ഹെൻറി ബേക്കർ നിർമ്മിച്ചത് വളരെ ഭംഗിയായിട്ടുള്ളൊരു രീതിയിലാണ്. കാരണം പുതുപ്പള്ളി നിന്ന് കഴിഞ്ഞാൽ പഴയ കാലത്ത് ആ റോഡ് നേരെ ഇപ്പോഴും നേരെ കാണാം. അന്നും കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാതിരുന്നായിരിക്കും. എന്നിട്ട് അത് ചുറ്റി വന്നിട്ട് ആ വരുന്ന വഴിയിലെല്ലാം നമുക്ക് എറിയാട് പള്ളി മുകൾ വശം കാണാം. ഇപ്പോൾ ഇവിടെ എല്ലാം മരങ്ങളും വീടുകളൊക്കെ ആയിപ്പോണ്ട് മറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു എറിയാട് പള്ളി. അന്നത്തെ അവിടുത്തെ കപ്പിയാരും വല്യപ്പച്ചനും കൂടെ പഴയ ഉപസഭകളിലും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അന്നത്തെ അച്ഛന്മാരൊക്കെ ഒരു ഉപസഭ വിസിറ്റ് ചെയ്യുമ്പം ആ പള്ളിയിൽ മാത്രമല്ല, അതിനുശേഷം അവിടെ ചുറ്റുപാടുമുള്ള എല്ലാ അക്രൈസ്തവ വീടുകളിലും പോവും. ക്രിസ്തുവിനെ പറ്റി പറയും. അത് കേൾക്കാനും ഒക്കെ അവർക്ക് താല്പര്യമായിരുന്നു ആളുകൾക്ക്. അതായിരുന്നു അന്നത്തെ ഒരു സുവിശേഷ പ്രചരണ രീതി. എല്ലാ വീടുകളിലും പോവുക, എല്ലാ വിസിറ്റ് ക്രിസ്ത്യാനികളുടെയും അല്ലാത്തവരുടെയൊക്കെ വീടുകൾ വിസിറ്റ് ചെയ്യുക. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.
പള്ളിയിൽ ഉള്ള പോഷക സംഘടനകൾ എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൺഡേ സ്കൂള്, യുവജന പ്രസ്ഥാനം, ഗായക സംഘം, സ്ത്രീജന സഖ്യം തുടങ്ങിയ സംഘടനകളെല്ലാം ഈ പള്ളിയുടെ പുരോഗതിക്കും ആത്മീയമായ വളർച്ചയ്ക്കും ഒക്കെ വളരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരു മലയിൽ തന്നെയാണ്. കോഴിമല എന്നാണല്ലോ ഈ സ്ഥലത്തിൻ്റെ തന്നെ പേര്. ഇവിടെ പുതുപ്പള്ളിയിൽ ഇലക്ട്രിക് കണക്ഷൻ അഥവാ കറണ്ട് വന്ന സമയത്ത്, അത് വന്നതിൻ്റെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ പള്ളിക്ക് ഒരു കണക്ഷൻ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൺസ്യൂമർ നമ്പർ 126 ഇത്. 1953-56 കാലഘട്ടത്തിൽ തന്നെ ഒരു മണി 40 റാത്തൽ തൂക്കമുള്ള ഒരു മണി വാങ്ങി അത് താൽക്കാലികമായിട്ട് മുറ്റത്തുണ്ടായിരുന്ന മരങ്ങളിലാണ് ഈ അടുത്ത കാലം വരെ കെട്ടിപ്പോകുന്നത്. ഡെഡ് ബോഡി വളരെ ദൂരെ നിന്ന് ചുമന്ന് കൊണ്ടുവരണമായിരുന്നു ഈ 53-56 കാലഘട്ടത്തിൽ. അതും ആ KP ഫിലിപ്പച്ചൻ്റെ കാലത്ത് തന്നെയാണ് ഈ ശവമഞ്ചലും പണി കഴിപ്പിച്ച് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. കോട്ടയം വൈദിക ജില്ലയിൽ വളരെ അനുഗ്രഹകരമാകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരിടവകയാണ് ഇറികാട് സഭ എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1869 മുതലാണ് ഇടവകയിൽ പട്ടക്കാർ തങ്ങളുടേതായിട്ടുള്ള സേവനം ആരംഭിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ഇടവകയുടെ 44ാമത് ശുശ്രൂഷകനായിട്ട് സേവനം ചെയ്യുന്നു. പ്രഗത്ഭരായ വൈദികർ ഇടവകയ്ക്ക് സേവനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വൈദികനായിരുന്ന സേത്ത് അച്ഛൻ കൊച്ചി മഹാ ഇടവകയുടെ ബിഷപ്പായിട്ട് അവരോധിക്കപ്പെട്ടത് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹകരമാകുന്ന ഒരു അനുഭവം കൂടെയാണ്. ഇന്ന് 180-ൽ പരം കുടുംബങ്ങൾ ഇടവകയിൽ അംഗങ്ങളായിട്ട് ഉണ്ട്. ഈ ഇടവകയുടെ ഉപസഭകളായ തോട്ടയ്ക്കാട് സഭയും കാവാലച്ചിറ സഭയും അനുഗ്രഹകരമായ രീതിയിൽ തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. കോവിഡ് അനന്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളതിനാൽ അഞ്ചേരി ചാപ്പലിലെ ആരാധന ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നില്ല. തോട്ടയ്ക്കാട് സഭയോടനുബന്ധിച്ച് വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു LP സ്കൂളും നമ്മൾക്കുണ്ട് എന്നത് ഈ സമയം ഈ ഇടവക നന്ദിയോടെ ഓർക്കുന്നു. പുതുപ്പള്ളി എക്യുമെനിക്കൽ ഫെലോഷിപ്പിൽ അംഗത്വമുള്ള ഈ സഭ കഴിഞ്ഞ കാലങ്ങളിൽ എക്യുമെനിക്കൽ രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി ബ്രാഞ്ച് ബൈബിൾ സൊസൈറ്റിയുടെ അംഗത്വത്തിലും ഈ സഭ പങ്കാളിത്തം വഹിക്കുന്നു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഈ ഇടവകയിലുള്ളവരും അതോടൊപ്പം ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടവരും സമൂഹത്തിൻ്റെ ഉന്നതമായ ശ്രേണിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടി സാറ് ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് ബാലജന സഖ്യവും ആയിട്ട് രൂപീകൃതമായി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ എത്തിയ മഹൽ വ്യക്തിയാണ്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നുള്ള വസ്തുതയും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇറികാട് സെൻറ്റ് ജെയിംസ് CSI സഭ അതിൻ്റെ ദൗത്യ വഴികളിലൂടെയുള്ള പ്രയാണത്തിൽ ഈ സഭയെ മുൻപോട്ട് നയിച്ചതായിട്ടുള്ള പൂർവ്വപിതാക്കന്മാരെയും പഴയ വൈദികരെയും ഒക്കെ സ്മരിക്കാതെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല. 1844 മുതൽ 1947 വരെയുള്ള 103 വർഷക്കാലം ഈ സഭ തിരുക്കൊച്ചി ആംഗ്ലിക്കൻ മഹായുടെ കീഴിൽ CMS ആംഗ്ലിക്കൻ സഭയായിരുന്നു. 1947 സെപ്റ്റംബർ 27 വിവിധ സഭകൾ ഒരുമിച്ച് ചേർന്ന് ബാസൽ മിഷൻ, ലണ്ടൻ മിഷൻ, CMS ഇവ ഒരുമിച്ച് ചേർന്ന് ഒരു ഐക്യസഭയായി രൂപീകൃതമായ ആകുകയും പിന്നീടുള്ള പ്രയാണം CSI സഭ എന്ന പേരിൽ ഈ സഭ അറിയപ്പെടുകയുമാണ് ഉണ്ടായത്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം
പുതുപ്പള്ളിയുടെ പ്രദേശത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ മറക്കുവാനായിട്ട് സാധ്യമല്ല. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും നവോത്ഥാന രംഗത്തും പുതുപ്പള്ളിക്ക് മറക്കാനാവാത്ത ഒരു സേവനമാണ് എറികാട് സെൻറ്റ് ജെയിംസ് CSI സഭയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഈ സഭ അതിൻ്റെ 180ാമത് വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഹെൻറി ബേക്കർ ജൂനിയർ എന്ന 25 വയസ്സ് ഉള്ള ചെറുപ്പക്കാരൻ ഈ പ്രദേശത്ത് കൊളുത്തിയതായിട്ടുള്ള ദീപം അണയാതെ കൂടുതൽ ശോഭയോടുകൂടി നിലനിർത്തുവാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്.